മെസ്സി 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 എല്ലാവരും പറ്റിച്ചിരിക്കുകയാണ്. മെസ്സി നല്ലതുപോലെ പറ്റിക്കുന്ന ആൾ തന്നെയാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ അർജന്റീന സൂപ്പറായിട്ട് കളിച്ചു. മെസ്സിയാണ് അതിൽ ഹീറോ ആയിട്ട് മാറിയത്. 3 ഗോളുകൾ അങ്ങോട്ട് ചടപടാന്ന് പറഞ്ഞാൽ അടിച്ചു കയറ്റി പോസ്റ്റിലേക്ക്. അതൊക്കെ സൂപ്പറായി മാറി. പക്ഷേ കുന്തമുന പോലെ തെളിഞ്ഞു നിൽക്കുന്നത് മെസ്സി ചെയ്ത ഫൗളാണ്. അപ്പം അത് ഇങ്ങനെ ഉള്ള ഇമേജുകളാണ് കാണുന്നത്. അതായത് മെസ്സി ചെയ്യുന്ന തെറ്റുകൾ കാണാതെ പോകുന്ന, കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന റഫറി. സത്യത്തിൽ ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. എത്ര വല്ല കൊലകൊമ്പനായിട്ടുള്ള കളിക്കാരനായാലും കളിക്കളത്തിൽ എന്ത് ചെറിയ തെറ്റ് ചെയ്താലും അതിനെ കൃത്യമായ രീതിയിൽ കണ്ട് മനസ്സിലാക്കി അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് റഫറി എന്ന മനുഷ്യൻ്റെ കടമ തന്നെയാണ്. അല്ലാതെ അത് മെസ്സിയാണ് ചെയ്തതെങ്കിൽ അയ്യോ മെസ്സിയാണ് ചെയ്തതേ, അതങ്ങനെ കൊടുക്കാൻ പാടില്ല, ആ ഒരു തരത്തിലുള്ള നിലപാടിലേക്കൊന്നും പോകാൻ പാടില്ല. മെസ്സി ആയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും എംബാപ്പെ ആയാലും നെയ്മർ ആയാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. ഫുട്ബോൾ കളിക്കളത്തിൽ ഒരു കളിക്കാരനും വലിപ്പമോ ചെറുപ്പമോ ഒന്നും ഇല്ല. എല്ലാവരും ഏകമായ രീതിയിൽ നിലനിൽക്കുന്നവരാണ്. വ്യത്യാസങ്ങൾ അവരുടെ കളി ശൈലിയിൽ പലതും ഉണ്ടാകാം. പക്ഷെ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അത് ഈ റഫറി കാണിച്ചത് തെറ്റ് തന്നെയാണ്. ഒരു മഞ്ഞ കാർഡെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷേ കളിക്കളത്തിൽ ഇതേപോലെ ഇതിനു മുമ്പും പലവട്ടവും ഇത് കടുത്ത രീതിയിലുള്ള ഫൗളൊക്കെ ഉണ്ടായിട്ടും റഫറി കാണാതെ പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും വേറൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ മെസ്സി ചെയ്ത ഫൗളിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പലരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആ കളി അർജന്റീന അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചപ്പോൾ അതിൻ്റെ വിജയം കണ്ടിട്ട്, അർജന്റീനയുടെ വിജയം കണ്ടിട്ട് അത് സഹിക്കാൻ പറ്റാത്തവരാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ കരയുന്നതെന്ന തരത്തിലുള്ള സംഭവങ്ങളും കേട്ടു. അങ്ങനെയും പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അർജന്റീന ഫാൻസ് ആ രീതിയിൽ തന്നെ സംസാരിക്കുകയുള്ളൂ. കാരണം മെസ്സി ചെയ്ത ഫൗളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ അവർക്ക് അതല്ലാണ്ട് പിന്നെ എന്താ സംസാരിക്കുക. പക്ഷെ അർജന്റീന സൂപ്പറായിട്ട് കളിച്ചു, അത് പറയേണ്ടതാണ്. മെസ്സിയാണ് അതിൽ ഹീറോ ആയിട്ട് നിലനിന്നത്. അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹം കാണിക്കുന്ന ആ കരുത്ത്, 18 വയസ്സിൻ്റെ ആ ചടുലത സൂപ്പറാണ്. ഗംഭീരം തന്നെ, ഗംഭീരം. സിദാന്റെ മകൻ നിലനിൽക്കുന്ന ഗോൾ പോസ്റ്റിലേക്ക് തുരുതുര വെടിയുണ്ടകൾ വായിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. കണ്ടില്ലേ, തപ്പി തടഞ്ഞ് നടക്കണ റഫറി. മെസ്സി ചെയ്യുന്നതൊന്നും കാണുന്നില്ല. ഇല്ല. ഞാൻ അടുത്ത് നോക്കട്ടെ കേട്ടാ. ഇത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി പന്ത് തട്ടിയതാണ് കാണുന്നത്. നെതർലൻഡ്സ് ആയിട്ടുള്ള കളിയിൽ അത് അങ്ങനെ കൈകൊണ്ട് പന്ത് തട്ടി കളഞ്ഞിട്ടും റഫറി അത് നിസാരമായ രീതിയിൽ അങ്ങോട്ട് തഴുകി വിട്ടു. അതൊക്കെ ഒരു തെറ്റ് തന്നെയാണ്. തെറ്റ് തന്നെയാണ് ഇതൊക്കെ. പിന്നെ റഫറിക്ക് പൈസ എണ്ണി കൊടുക്കണം. അപ്പോൾ റഫറി എൻ്റെ പൊന്നെ കാർഡ് എടുത്ത് പോക്കറ്റിലേക്ക് ഇടുന്നു. ടൺ പിന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ റഫറി കണ്ണ് കാണാതെ തപ്പിത്തടയുകയാണ്. അങ്ങനെയുള്ള ട്രോളുകളാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ലോകത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഫുട്ബോൾ കളി നിയന്ത്രിക്കാൻ വരുന്ന ബിരുദന്മാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഇവരൊക്കെ ചിന്തിക്കുന്നത് ചിലപ്പോൾ മെസ്സിയെ പോലുള്ള ഒരു താരം, ലോകോത്തര താരം റെഡ് കാർഡ് കിട്ടിയാൽ അടുത്ത 1-2 കളിയിൽ ഔട്ടായിരിക്കും, പുറത്തായിരിക്കും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ കളത്തിൽ ഇല്ലാതെ ആകുമ്പോൾ അത് ഈ ഫുട്ബോൾ ലോകം എന്ന ഇപ്പോൾ കളി നടക്കുന്ന ആ ബിസിനസ്സിനെ നല്ലതുപോലെ ബാധിക്കുമെന്നുള്ള ചിന്തയായിരിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. എത്ര വലിയ കളിക്കാരനായാലും ഫുട്ബോൾ ലോകത്ത് എല്ലാവരും ഒരുപോലെയാണ്. അല്ലാണ്ട് ഇന്നോ നാളെയോ കളിക്കാൻ വന്ന കളിക്കാരനെയും കാലാകാലമായിട്ട് ഫുട്ബോളിൽ നിലനിൽക്കുന്ന കളിക്കാരനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തേണ്ടതാണ്, അവസാനിപ്പിക്കേണ്ടതാണ്.